കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ അട്ടിമറി ജയം നേടിയിരിക്കുകയാണ് UDF. ലിജോ ലോറൻസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിജോ, ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ UDF ഭരണത്തിലേറുന്നു എന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. അവിടെ മേയർ സ്ഥാനത്തേക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്? ഒരു ഏകദേശ ധാരണയായോ? ദിവ്യ, കോർപ്പറേഷൻ രൂപീകൃതമാകുന്നത് 2000-ലാണ്. 2000-ന് ശേഷം നടക്കുന്ന ആദ്യമായി UDF ഭരണം പിടിക്കുകയാണ് കൊല്ലം കോർപ്പറേഷനിൽ. 27 സീറ്റുകളോടുകൂടെയാണ് ഭരണം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആരും മേയർ ആകുമെന്നുള്ളൊരു ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തിരിക്കുന്നത്. AK ഹഫീസ്, INTUCന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള AK ഹഫീസ് തന്നെയായിരിക്കും മേയർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയർ ആരാകും എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. ഡെപ്യൂട്ടി മേയർ എന്തായാലും ഒരു വനിതയായിരിക്കും. നിലവിൽ RSPക്ക് 3 സീറ്റും മുസ്ലിം ലീഗിന് 2 സീറ്റുമാണുള്ളത്. ആ സീറ്റുകളുടെ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട്, അതായത് അതിൽ 2 വനിതകളുണ്ട്. പക്ഷെ അവിടെ സാമുദായിക സമവാക്യങ്ങളുടെ ഒരു ഐക്യത കൂടെ ആവശ്യമുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും അത് ഡീൽ ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നം മുന്നണിക്കുള്ളിലുണ്ട്. ഇന്ന് തന്നെ ആ വിഷയം UDF ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ കാര്യം പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. ഒരുപക്ഷെ കോൺഗ്രസ് ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ RSPയും മുസ്ലിം ലീഗും അതിനെ എതിർക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. കോൺഗ്രസ് അതിൽ 3-ാം തവണയായി കൌൺസിലറാകുന്ന ലൈല കുമാരിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കാനായിട്ട് പ്രധാനമായും കാണുന്നത്. ഒരുപക്ഷെ RSPക്കും മുസ്ലിം ലീഗിനും ഏതെങ്കിലും സുപ്രധാനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നൽകിക്കൊണ്ട് അത്തരത്തിലൊരു പരിഹാരത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതല്ല ഒരു കാരണവശാലും ഒന്നിനും വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാകും RSPക്ക് ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഒരു വനിത ജയിച്ചു വന്നിട്ടുണ്ട്, ആ വനിതയ്ക്ക് നൽകുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹഫീസിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് പോവുക. കാര്യം ശക്തമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പ്രതിപക്ഷത്ത് 16 സീറ്റുമായി LDFും 12 സീറ്റുമായി BJPയും ഉണ്ട്. അപ്പോൾ ആദ്യമായി ഭരിക്കാനായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുൻ കൌൺസിലർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ പരിഗണിച്ചുകൊണ്ട് ഹഫീസ് മേയറായി നിൽക്കും. ഡെപ്യൂട്ടി മേയർ ഇവിടെ ആരാകുമെന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാന ചോദ്യം. സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് തന്നെ അത് ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ദിവ്യ, എന്തായാലും കൊല്ലത്തേക്ക് ഹഫീസിനെ മേയർ സ്ഥാനത്തേക്ക് മുൻനിർത്തി തന്നെയാണ് UDF പ്രചാരണമൊക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഹഫീസ് തന്നെയായിരിക്കും കൊല്ലത്ത് UDFന്റെ മേയർ ആവുക. ഡെപ്യൂട്ടി മേയർ